പോലീസിൻ്റെ അടുത്തൊരു പരാതി വന്നാൽ നമ്മൾ വിളിച്ച് ചിലപ്പോൾ ഗുണദോഷിക്കുകയായിരിക്കും ചെയ്യുന്നത്. നമ്മൾ വിളിച്ച് തെറ്റാണ് ചെയ്യല്, എന്നിട്ട് തെറ്റാവർത്തിച്ചാൽ അനുഭവിക്കേണ്ടി വരും. അങ്ങനല്ലേ ഏതൊരു അച്ഛൻ്റെ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയും ചെയ്യുന്ന അങ്ങനല്ലേ? അതിപ്പം നിങ്ങൾ പറയുന്നത് സ്വാഭാവികമായിട്ട് എനിക്കൊരു പാർട്ടി സെക്രട്ടറി എന്നുള്ളത് എനിക്കൊരു പരാതി പലപ്പോഴും പല കാര്യങ്ങളിലും വരാറുണ്ട്. നമ്മളെന്താ ചെയ്യുന്നത്? അത് വിളിച്ച് ഗുണദോഷിക്കും. മറ്റേ അതിൻ്റെ ആ ക്രൈമിൻ്റെ ലെവൽ അനുസരിച്ചാണ്. ഒരു ശല്യക്കാരൻ എന്നുള്ള നിലയിൽ മാറുമ്പോൾ നമ്മൾ ഗുണദോഷിക്കും, ശല്യം ചെയ്യല്ലെന്ന് പറയും. അങ്ങനല്ലേ നമ്മളെല്ലാവരും ചെയ്യുന്നത്? അതിനെന്താ അസ്വാഭാവികമായിട്ടുള്ളത്? അല്ല, അതിൻ്റെ ഒരു പരാതി അല്ല. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കും അറിയാവുന്നതാണ്, സ്റ്റോൾക്കിംഗ് എന്ന് പറയുന്ന പോലെ ഒരാളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുന്നു എന്നുള്ള ആ നിലയിൽ വന്നിട്ടുണ്ട്. ആ ബാക്കി കുറച്ച് മാധ്യമങ്ങൾ വന്ന് ഞാൻ പറഞ്ഞ പരാതി ഇന്ന് മൂലകാരണമായി വന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് കേരളത്തിൽ എത്രയോ ഇത് വളരെ സീരിയസ് ഇഷ്യൂ തന്നെ. ആ ഇഷ്യൂ UDF കോൺഗ്രസ് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഇനിയും കോൺഗ്രസിൻ്റെ നിലപാടുകൾ കാത്തിരിക്കാം. പക്ഷേ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ഇനിയുമെങ്കിലും ഗൗരവത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇതിൻ്റെ മൂലകാരണം അതാ, കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റം. അതാണല്ലോ നമ്മൾ ഒരിക്കലും കേട്ടുകേഴ്വിയില്ലാത്ത നിലയിലേക്കുള്ള അസ്വാഭാവികമായ സംഭവവികാസങ്ങൾ സമൂഹത്തിൽ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മുടെ കൾച്ചർ മാറുന്ന ഇവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്നവർ ഇവിടെ MLA ആണ്. അയാള് ആ പദവിയിലിരിക്കുമ്പോൾ കാത്തുസൂക്ഷിക്കേണ്ട സംശയം അത് ഉണ്ടായില്ല എങ്കിൽ പിന്നീട് അയാൾക്ക് പൊതുപ്രവർത്തനം ആ നിലയ്ക്ക് സാധ്യമാണ്. അതിൽ ആർത്തിക്കൽ നിലപാടുണ്ടാകും. അല്ല, അൾട്ടിമേറ്റ്ലി ജനമല്ലയോ തീരുമാനിക്കുന്നത്? ജനപ്രതിനിധിയാകാൻ യോഗ്യനാണോ അല്ലയോ എന്നുള്ള ഫൈനൽ അതോറിറ്റി ആരാ? ജനമാണ്. അതുകൊണ്ട് അത് ജനത്തിന് വിടുക. അടുത്ത തെരഞ്ഞെടുപ്പ് ഇനിയും 8 മാസം കഴിഞ്ഞ അടുത്ത തെരഞ്ഞെടുപ്പുണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞ അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അടുത്ത തവണ ഇത് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. സമൂഹത്തിന്റെ അളവ് പോലെ എന്താണെന്ന് നമ്മളിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് അമേരിക്കയിലൊരു രീതി ഉണ്ടായിരുന്നു. അവര് കണ്ടമാനം കഴിയുന്ന ഒരു സമൂഹമാണ് പലപ്പോഴും. അത് വല്ലാത്ത ലിബറലിസത്തിന്റെ അങ്ങ് മാക്സിമം. പക്ഷെ അവർക്ക് ഇന്നും ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, ഞങ്ങളുടെ പ്രസിഡന്റ് സംശുദ്ധമായിരിക്കണം. നമ്മുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ സംശുദ്ധം. ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ആളുടെ ചരിത്രം നമുക്കറിയാമല്ലോ. എന്നാൽ അവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ അന്നേരം ജനമാണ് തീരുമാനിക്കേണ്ടത്. ഇത് തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നത് ജനങ്ങളാണ്. ആ ജനങ്ങൾ തീരുമാനിക്കട്ടെ. കോൺഗ്രസ് രാഹുലിന്റെ രാജി ആവശ്യപ്പെടും എന്ന് RSP വിശ്വസിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു അക്കാര്യത്തിലില്ല. അതെന്താണ് നോക്കട്ടെ എന്ന് മാത്രം കാത്തിരിക്കുകയാണ്. കോൺഗ്രസ് അത് ഇതുവരെ കൈകാര്യം ചെയ്ത രീതിയിൽ ഞങ്ങൾ സംതൃപ്തരാണ്. കോൺഗ്രസിന് അതിന്റെ ഉചിതമായ തീരുമാനമെടുക്കാൻ ശേഷിയുള്ള പാർട്ടിയല്ലേ. അവരുടെ തീരുമാനം എന്താണേലും എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടുള്ള തീരുമാനമായിരിക്കും. അതല്ല തന്നെ. അല്ല, മുകേഷിന്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പരാതി വന്ന് പോലീസ് കേസെടുത്ത് അതുമായി മുന്നോട്ട് പോയ ഒരു സാഹചര്യത്തിലാണ് രാജി ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് അന്ന് ആവശ്യപ്പെട്ടത്. അതിന് സമാനമായി ഇപ്പൊ ചിത്രീകരിക്കാനൊന്നും ഇല്ലല്ലോ. പേര് പോലും ഇതുവരെ പരാമർശിക്കപ്പെട്ടിട്ടില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞ ഒരു പരാതി ഇല്ലെന്ന് മാത്രമല്ല, പേര് പോലും പരാതിക്കാരിയുടെ ഭാഗത്തുനിന്ന്. ശരി, അല്ലല്ലല്ല, വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ്. ഈ പറഞ്ഞതുപോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുമ്പോൾ കാണിക്കേണ്ട ജാഗ്രതയും അത് എല്ലാം കാണിക്കണം എന്ന് തന്നെയാണ് RSPയുടെ അഭിപ്രായം.